ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നൊരു ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വെറും ചില്ലി ചിക്കൻ അല്ല, ഒരു സ്പെഷ്യൽ ചില്ലി ചിക്കനാണ്. എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്, ഉണ്ടാക്കുന്നതും അമ്മ തന്നെയാട്ടോ. നമ്മുടെ വീടുകളിൽ നമ്മുടെ അമ്മമാർ വല്ലപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഡിഷ് കാണുമല്ലോ, അങ്ങനെ അപൂർവമായിട്ട് എൻ്റെ അമ്മ വർഷത്തിലൊന്നൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഡിഷാട്ടോ ഈ ചില്ലി ചിക്കൻ. അപ്പോൾ നമുക്കിതിൽ വേഗം തന്നെ വീഡിയോയിലേക്ക് കാണാം. ഇത് ഞാൻ ചിക്കൻ പുരട്ടി വെച്ചിരിക്കുന്നതാണ്. പുരട്ടി വെച്ച് അതിൻ്റെ അകത്ത് കുറച്ച് മൈദ, കുറച്ച് കോൺഫ്ലവർ, 2 മുട്ട, പിന്നെ കുറച്ച് സ്പൈസസ്, ഇതെല്ലാം കൂടി ഇട്ട് ചിക്കൻ ഒരു മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലേ ചിക്കന് വറുത്ത് കഴിയുമ്പോൾ നല്ലൊരു ബലം കിട്ടത്തുള്ളൂ കേട്ടോ. അതൊന്ന് എണ്ണയിലാക്കി ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചേക്കുവാണ്. ഇപ്പം ഞങ്ങൾ എടുത്തിരിക്കുന്ന 3 കിലോ ചിക്കനാട്ടോ. ഇനി അതിലേക്ക് ഒരു പാൻ ചൂടാകുമ്പം അതിലേക്ക് ഒരു 2 പിടി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, നമുക്ക് കടിക്കാൻ കിട്ടണം, അതുകൊണ്ട് പേസ്റ്റാക്കി എടുക്കരുത്. ഒരു 2 പിടി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ ഒരു 2 പിടി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും. ഈ ഇടയ്ക്കൊന്ന് ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ടേസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോഴാട്ടോ നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നത്. അതൊന്ന് എണ്ണയിലേക്ക് അകത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച്, ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് അതിൻ്റെ ആ ഒരു പച്ചപ്പ് മാറി ഒരു ബ്രൗൺ കളറാകണം, അല്ലെങ്കിൽ പച്ചയായിട്ട് കടിക്കാൻ കിട്ടും. അതുകൊണ്ട് ആദ്യം തന്നെ ഇഞ്ചി ഇതൊന്ന് ബ്രൗൺ കളറാകണം. അതിലേക്ക് ഒരു 2 പച്ചമുളകും, പിന്നെ സവോള ഒരു 4 സവോള എടുത്തിട്ടുണ്ട്, 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതൊന്ന് സ്ക്വയറായിട്ട് അരിഞ്ഞതും കൂടി ഒന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊരു 50 or 60%, കാരണം ഇതും നമ്മുടെ കടിക്കാൻ കിട്ടണം, ഒത്തിരി വെന്തുടഞ്ഞ് പോവല്ല. അതും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് അതിൻ്റെ കൂടെ ഒന്ന് ഇട്ടൊന്നൊരു മാക്സിമം ഒരു 5 മിനിറ്റ് നമുക്കതൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഈസി ആട്ടോ ഈ ചിക്കൻ വറുക്കുന്ന ഒരു താമസം നമുക്കിതിൽ എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എരിവിന് ആവശ്യമായുള്ള പച്ചമുളകും, ഇച്ചിരി എരിവ് ഉണ്ടായിരുന്നു കേട്ടോ, കാരണം ചില്ലി ചിക്കൻ ആണല്ലോ, പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇച്ചിരി സ്പൈസി ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നല്ല മണമായിട്ടുണ്ട് കേട്ടോ. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം നന്നായിട്ട് ഒന്ന് മൂത്ത്, ഇപ്പോൾ ക്യാപ്സിക്കം ഒക്കെ അതിലേക്കൊന്ന് ഇറങ്ങി നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ലും കിട്ടി. അതിനുശേഷം ഒരേ ഒരു തക്കാളി, കാരണം നമ്മളിതിൽ ഓൾറെഡി ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരേ ഒരു തക്കാളി, ഒരു കളറിനും പിന്നെ ചെറിയൊരു പുളിപ്പിനും കൂടെ വേണ്ടിയിട്ടാണ്, കാരണം ടൊമാറ്റോ സോസിനൊരു സ്വീറ്റ്നെസ് ആയിരിക്കും. അതുകൊണ്ട് ഒരേ ഒരു തക്കാളി. ഈ 3 കിലോ ചിക്കൻ ആട്ടോ, നിങ്ങളിപ്പോൾ 1 കിലോയോ ഉണ്ടാക്കുന്നെങ്കിൽ ഒരു ഹാഫ് തക്കാളി എടുത്താലും മതിയാകും, ഇല്ലേലും കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് ഒരു 3 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ കുഞ്ഞ് സ്പൂണായത് കൊണ്ടാണ് ഒരു 3 സ്പൂൺ കുരുമുളക് പൊടി കേട്ടോ. അതും എരിവിനാവശ്യമായ രീതിയിൽ ഇട്ടാൽ മതി. അതും കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ മസാലയോ അങ്ങനെ ഇതൊന്നും ഇടാറില്ല കേട്ടോ. അതിന് ശേഷം ഒരു 1/2 കപ്പ് സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. 1/2 കപ്പ് സോയാ സോസും 1 കപ്പ് ടൊമാറ്റോ സോസും ആട്ടോ ഒഴിക്കേണ്ട. ടൊമാറ്റോ സോസ് ഒഴിച്ചപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇപ്പോൾ ഈ ഒഴിച്ചേക്കുന്നത് എന്നാന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ അതിൻ്റെ ഒരു മസാല ബാക്കി കാണുമല്ലോ, അതിലേക്ക് ഒരു ഇച്ചിരി വെള്ളവും ഇച്ചിരി കോൺഫ്ലവറും കൂടി ഒഴിച്ചതാണ്. കാരണം വേറെ വെള്ളമൊന്നും എടുക്കേണ്ടത് ഓൾറെഡി, അപ്പോൾ അതിൻ്റെ മസാലയെല്ലാം അതിലേക്ക് പിടിച്ചോളൂ. നമ്മൾ ഓൾറെഡി അതിൻ്റെ അകത്ത് മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട ഒരു മസാലയായിരുന്നു, മുട്ട അങ്ങനെയൊക്കെ ഇട്ടൊരു മസാലയായിരുന്നു. അപ്പോൾ ആ വെള്ളം നമ്മൾ കളയണ്ട കേട്ടോ. ചിക്കൻ വറുത്ത് കഴിഞ്ഞുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ ആ മസാല കളയണ്ട. അതിൽ അങ്ങോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് തിളപ്പിക്കാം. ഒരു 5 മിനിറ്റ് തിളച്ച് കഴിയുമ്പോഴത്തേക്കും അത് നന്നായിട്ട് കുറുകി വരും. ഇതിപ്പോൾ നല്ല ചിക്കൻ നല്ല വറുത്ത് മാറ്റി നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട്. ചുമ്മാ കൂടെ പെറുക്കി തിന്നാം കേട്ടോ. ഞങ്ങളത് ഉണ്ടാക്കി അമ്മ വറുത്ത് ഇങ്ങനെ കോരി ഇടും, ഞങ്ങളതിങ്ങനെ പെറുക്കി തിന്നും, അങ്ങനെയായിരുന്നു കേട്ടോ. അതൊന്ന് നന്നായിട്ടൊന്ന് കുറുകി ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് കുറുകി വരും. നിങ്ങൾക്ക് ഇച്ചിരി ഗ്രേവി ആയിട്ടാണ് വേണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് എന്നുള്ളൊരു 1 മിനിറ്റ് തിളച്ച് കഴിയുമ്പോഴേക്കും ചിക്കൻ അങ്ങ് ഇട്ടാൽ മതി കേട്ടോ. ഞങ്ങൾക്ക് ഇച്ചിരി തിക്കായിട്ടിരുന്നായിരുന്നു ഇഷ്ടം. അതും കൂടെ ഇട്ട് ചിക്കനും കൂടെ ഒന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് തിള വന്നാൽ നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയാവും. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ല, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ ഇതെന്തോ പ്രത്യേക ഒരു ടേസ്റ്റാണ്. കടകളിൽ നിന്ന് മേടിക്കുന്ന പോലെയൊന്നും അല്ല, ചിലപ്പോൾ അമ്മ ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കും. ഞങ്ങളുടെ ഫേവറേറ്റായിട്ട് കൊച്ചിലെ തൊട്ട് ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കി തരുന്ന ഈ ചിക്കനും വളരെ ഒരു ടേസ്റ്റാട്ടോ. എന്താണെന്നറിയാൻ പാടില്ല, ഇത് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് തന്നെ പറയാം. ഇതിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ വളരെ ടേസ്റ്റാണ്. ഞങ്ങൾ ചപ്പാത്തിയുടെ കൂടെയാണ് കഴിച്ചത്. പിറ്റേ ദിവസം പുട്ടുണ്ടായിരുന്നു, പുട്ടിൻ്റെ കൂടെ ഇത് കഴിച്ചു. വളരെ ടേസ്റ്റാണ്. പുട്ടും ചില്ലി ചിക്കനും നല്ലൊരു കോമ്പിനേഷനാണ്. അതൊന്നും ട്രൈ ചെയ്ത് നോക്കാം, കാരണം വളരെ ഈസിയാണ്, ടൈമും അത്ര എടുക്കത്തില്ല. ആ ചിക്കൻ വറക്കുന്ന ആ ഒരു സമയം എടുക്കത്തുള്ളൂ. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മല്ലിയില വേണമെങ്കിൽ അതിൻ്റെ പുറത്തേക്ക് വന്നിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അമ്മ സ്പെഷ്യൽ ചില്ലി ചിക്കൻ റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.